എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷ ശ്രീമതി ലതിക ടീച്ചർ, വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഒന്നുകൂടെ ഒരു നമസ്കാരം. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശീല എന്ന നോവലാണ്. അദ്ദേഹം 30ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. 3 നോവലുകളെ എഴുതിയിട്ടുള്ളൂ. അത് ഏറ്റവും ആദ്യം എഴുതിയ നോവലാണ് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ മനുഷ്യനൊരാമുഖം. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ ധാരാളം അവാർഡുകൾ ആ ബുക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം സമുദ്രശീല എഴുതുന്നത്. സമുദ്രശീലയ്ക്ക് പ്രഥമ മലയാറ്റൂർ രാമകൃഷ്ണൻ അവാർഡ്, ശ്രീ OV വിജയൻ അവാർഡ്, ശ്രീ പത്മരാജൻ അവാർഡ്, അങ്ങനെയുള്ള അവാർഡുകളും സമുദ്രശീല കരസ്ഥമാക്കിയിട്ടുണ്ട്. 3ാമത് അദ്ദേഹം എഴുതിയൊരു നോവലാണ് ജ്ഞാനസ്നാനം. പിന്നെ അദ്ദേഹം ചെറുകഥകളാണ് 30 വർഷമായിട്ട് എഴുതുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് കോഴിക്കോട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നോവലുകൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു തരം ക്ലാസിക് നോവലുകളാണ്. ഈ 3 നോവലുകളും ക്ലാസിക് തന്നെയാണ്. സമുദ്രശീല നമ്മളെ പറയിപ്പിക്കുന്നത്, മനുഷ്യനൊരാമുഖവും പറയുന്നത് നമ്മുടെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയണ മാതിരി 4 ഭാഗങ്ങളായിട്ടായിരുന്നു അത് തിരിച്ചിരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള രീതിയിലാണ് മനുഷ്യനൊരാമുഖം അദ്ദേഹം വിഭജിച്ചിരുന്നത്. സമുദ്രശീല വന്നപ്പോൾ അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന 3 ഭാഗങ്ങളിലൂടെ ഓരോ ഭാഗത്തിലും 9 അധ്യായത്തിലൂടെയാണ് അദ്ദേഹം ആ കഥ കൊണ്ടുപോയിരിക്കുന്നത്. ആ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സത്യമാണോ അല്ല മിഥ്യയാണോ തഥ്യയാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു നോവലാണ്. ഈ നോവലിൻ്റെ എടുത്തു പറയത്തക്ക പ്രത്യേകത, ഞാനിതുവരെ ഇങ്ങനൊരു നോവൽ വായിച്ചിട്ടില്ല. ഒരു എഴുത്തുകാരൻ്റെ സ്വപ്നം, ഒരു എഴുത്തുകാരൻ കടന്നുപോയ വഴികൾ, എഴുത്തുകാരൻ അനുഭവിച്ച ജീവിതങ്ങൾ എല്ലാം ആമുഖമായിട്ട് എഴുതിയിട്ടുള്ള ധാരാളം നോവലുകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരൻ തന്നെ മുഖ്യ കഥാപാത്രമായി ഈ നോവലിലുടനീളം സഞ്ചരിക്കുന്ന ഒരു നോവൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അത് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു കൂടുതൽ സുന്ദരം ഈ നോവലിനുണ്ട്. ഇത് പ്രതിപാദിക്കുന്നത് ഒരു അമ്മയുടെയും മകൻ്റെയും കഥയായിട്ടാണ് ഈ നോവൽ സുഭാഷ് ചന്ദ്രൻ കൊണ്ടുപോകുന്നത്. ഇതിലെ അമ്മയുടെ, അതായത് ഈ നോവലിലെ നായികയുടെ പേരാണ് അംബ. ഈ അംബ എന്നുള്ള കഥാപാത്രത്തെ പറയുന്നതിന് മുമ്പ് കഥ തുടങ്ങുന്നത് തന്നെ ശ്രീ വേദവ്യാസൻ, 28 കൃഷ്ണദോപായന്മാരിൽ അവസാനത്തെ കന്യായ ശ്രീ വേദവ്യാസൻ്റെ അടുത്തേക്ക് ശ്രീ അംബ അവൾ കുറച്ചും കൂടെ ഒരു യുവതിയായപ്പോൾ യമുനയുടെ തീരത്ത് സ്വയം ആത്മാഹുതി ചെയ്യാൻ വേണ്ടി ചിത ഒരുക്കി, ഇതിന് ശേഷം ചിതയിൽ ചാടി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ആക്കിയ ഒരു മനുഷ്യനുണ്ട് എന്നുള്ളൊരർത്ഥത്തിൽ, അതായത് തൻ്റെ ജീവിതത്തിലെ ഒരു മുഖ്യ ഘടകമായ ശ്രീ വ്യാസനെ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ ആ യമുനാ തീരത്തിൽ നിന്നും 4 ഹിമവനങ്ങളും 2 ഗിരിശൃംഗങ്ങളും 8 ജനപദങ്ങളും താണ്ടി 18 ദിവസമെടുത്ത് അവൾ അംബ നടന്ന് വ്യാസൻ്റെ ആശ്രമത്തിലെത്തുന്നു. അവൾ വന്നതിന് അറിഞ്ഞിട്ട് വ്യാസൻ വന്ന് ചോദിക്കുകയാണ്, എന്താണ് നീ എത്തിയേ എന്നുള്ള. അവളെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ വ്യാസനെ ഈ അംബ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ നരച്ച മുടിയും സുന്ദരമായ മുഖങ്ങളും കാണുമ്പോൾ അംബ ചിന്തിക്കുന്നുണ്ട്. അതായത് എൻ്റെ സഹോദരിമാരായ അംബാലികയും അംബികയുടെയും അവർക്ക് മക്കളുണ്ടായത് ഈ ഒരു മനുഷ്യനിൽ നിന്നാണ്. അപ്പോൾ അംബാലികയും അംബികയും കണ്ണടച്ചും വിളറി വെളുത്തുമാണ് ഇദ്ദേഹത്തിൽ നിന്ന് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ അംബയ്ക്ക് തോന്നുന്നുണ്ട്, ഈ മനുഷ്യൻ ഒരു സുന്ദരനാണല്ലോ എന്നൊരു നിമിഷം അംബയുടെ ഉള്ളിൽ വ്യാസനെ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ട് അംബ. അപ്പോൾ അംബ വന്നതിൻ്റെ ഉദ്ദേശം അംബ അറിയുന്നതാണ്, വ്യാസനടുത്തത് മഹാഭാരതമാണ് രചിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അംബ പറയുകയാണ്, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം അതിനകത്തെ ഒരു മഹൽ വചനം, അതായത് ഏതിഹാസ്തി തദന്യത്ര ഏ ഹാസ്തി ന
തത് ഉച്ചിത്. അതായത് ഇതിലുള്ളത് മറ്റെവിടെയെങ്കിലും കണ്ടേക്കാം, ഇതിലില്ലാത്തത് ഒരിടത്തുമില്ല എന്നുള്ളൊരു മഹൽ വചനം അമ്പ അറിയുകയാണ്. ആ വചനത്തിനെതിരായിട്ട് അമ്പ ചോദിക്കുകയാണ്, എനിക്കതിൽ നിങ്ങൾ എഴുതി ചേർക്കാത്ത ഒരു വാക്കുകളുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. അതെന്താണെന്ന് വ്യാസൻ ചോദിക്കുമ്പോൾ അമ്പ പറയുന്നു, ഉപാധികളില്ലാത്ത സ്നേഹം. ആ വാക്ക് ഇനി എഴുതാൻ പോണ ഇതിഹാസത്തിലുണ്ടോ? അപ്പോൾ വ്യാസൻ ചിന്തിക്കുകയാണ്. കാരണം വ്യാസൻ അകക്കണ്ണാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വരമുണ്ടല്ലോ, വരാനിരിക്കുന്നതും എല്ലാം കാണാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന മഹാഭാരതത്തിൽ ഒരിടത്തും ഉപാധികളില്ലാത്ത സ്നേഹം എന്നുള്ളൊരു സന്ദർഭമേ ഇല്ല. അതിൽ മുഴുവനും സത്യവും മിഥ്യയും കള്ളവും ചതിയും വഞ്ചനയും പ്രേമവും കൊലപാതകവും എല്ലാം നിറഞ്ഞതാണ് മഹാഭാരതം. അപ്പോൾ അതിലൊന്നും ഉപാധികളില്ലാത്ത സ്നേഹമില്ല. അപ്പോൾ അമ്പയോട് വ്യാസം പറയുകയാണ്, ഉപാധികളില്ലാത്ത സ്നേഹം ഒരു ഉപാധിയായി മാറുന്ന മനുഷ്യൻ്റെ വിഷമവൃത്തത്തെക്കുറിച്ച് പണ്ടേ എന്നേ ജീവിതം ശബരിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി അതിൽ എനിക്കൊരു തിരുത്ത് വയ്യ എന്ന് പറയാണ്. അപ്പോൾ അമ്പയ്ക്ക് അതിനകത്ത് വ്യാസനെ തോൽപ്പിച്ച ഒരു ഭാവമാണ് അമ്പയുടെ ഉള്ളിൽ. കാരണം അമ്പ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം വ്യാസം കൊടുക്കുന്നില്ല. അവസാനം അമ്പ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ അമ്പ ചോദിക്കുക, ഇനി ഒരു ചോദ്യത്തിനും കൂടി എനിക്ക് ഉത്തരം തരണം. അതെന്താണ് എന്ന് വ്യാസൻ ചോദിക്കുമ്പോൾ, അമ്പാലിയയ്ക്കും അമ്പയ്ക്കും നിങ്ങളിൽ നിന്ന് പുത്രന്മാരുണ്ടായപ്പോൾ അംബിക കണ്ണടച്ചത് കൊണ്ടാണ് അന്ധനായ ധൃതരാഷ്ട്രർ പിറന്നത്. അമ്പാലികയാണെങ്കിലും വിളറി വെളുത്തത് കൊണ്ടിട്ടാണ് പാണ്ഡവരും അങ്ങനെ ആയത്. അപ്പോൾ സ്വമേധയാ ഞാൻ നിങ്ങളിലേക്ക് ആകൃഷ്ടിയായിരുന്നെങ്കിൽ എൻ്റെ പുത്രൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഉത്തരം തരണം. കാരണം വ്യാസന് ഭാവി കാണാനറിയാം, എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അമ്പ അതിൻ്റെ ഇടയ്ക്കൽ പറയുന്നുണ്ട്, അമ്പയ്ക്ക് എല്ലാ ആശ്രയവും മറ്റൊരു സ്ത്രീയാണവർ. കാരണം കാശി രാജാവിൻ്റെ മകളാണ് അമ്പയെങ്കിലും ഭീഷ്മനാൽ തട്ടിയെടുത്ത് കൊണ്ടുവന്നതിൽ പ്രകാരം അവളുടെ കാമുകനും അവളെ ഉപേക്ഷിച്ചു. ഒരു ആൺതുണയില്ലാത്ത മഹാഭാരതത്തിലെ ഏക സ്ത്രീയാണ് അമ്പ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ വ്യാസനാകെ ഒരു വിഷമവൃത്തത്തിലായി അവളുടെ കൈ പിടിച്ച് ഇട്ടൊരു ഉത്തരം അവളെ സ്നേഹത്തോടെ അടുത്ത് നിർത്തിയിട്ട് വ്യാസം പറയുകയാണ്, അമ്പ എനിക്ക് അതിനുള്ളൊരു ഉത്തരം ശരിയായ രീതിയിൽ നൽകാൻ കഴിയില്ല, എന്നാൽ തന്നെ പറയാം. സ്വേച്ഛയോടെ ആയിരിക്കില്ല നീ എന്നെ സമീപിക്കുന്നത്. അതിനാൽ തന്നെ നിനക്കുണ്ടാവുന്ന പുത്രൻ സ്വേച്ഛയോടെ അല്ലാതെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു പുത്രനെയായിരിക്കും നീ പ്രസവിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അമ്പയുടെ വ്യാസൻ്റെ കയ്യിൽ നിന്ന് താനെ വഴുതി താഴെ വീണ് ആ ഒരു വിഷമത്തിൽ അമ്പ തിരിഞ്ഞ് നടക്കുകയാണ് ചിതയിലേക്ക്. ഇപ്പോൾ വ്യാസം വിളിച്ചു പറയുന്നുണ്ട്, അമ്പ നീ മഹനീയമായ സ്ത്രീയാണ്. നീ ഇനിയുള്ള ജീവിതങ്ങളിലും ഉപാധികളില്ലാത്ത സ്നേഹം തേടി നീ ഈ മനുഷ്യകുലത്തിൽ നീ ധാരാളം പുനർജനിക്കും എന്ന് വിളിച്ചു പറയുന്നതോടി ആ ഒരു ചാപ്റ്റർ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സമുദ്രശീലയുടെ സൃഷ്ടി നോവൽ സുഭാഷ് ചന്ദ്രൻ തുടങ്ങുമ്പോൾ ഇതിനകത്ത് സുഭാഷ് ചന്ദ്രൻ്റെ ഒരു സ്വപ്നത്തിലേക്ക്, എഴുത്തുകാരൻ്റെ സ്വപ്നം, രാവിലെ അദ്ദേഹം കാണുന്ന ഒരു സ്വപ്നമാണ്. ഒരു സ്ത്രീ വെള്ള സാരിയിൽ നീലപ്പൂക്കളവും കൂടി ഉടുത്ത് കയ്യിലൊരു വിറകുകൊള്ളിയായി ആ സ്ത്രീയുടെ മുമ്പിലേക്ക് കുറച്ച് സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് നടക്കുന്ന, അവരെല്ലാം ഒരു ശ്മശാനത്തിലേക്ക് നടന്നു പോകുന്ന ഒരവസ്ഥ. അതിൽ ഈ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സുഭാഷ് ചന്ദ്രൻ ഒരു വഴിയുടെ ഒരു വിളക്ക് കാലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്ത്രീ നടന്നു പോകുന്ന സ്ത്രീ വന്ന് അവളൊരു സുന്ദരിയല്ല, അവളുടെ മുടിയിഴകൾ 2-3 നരച്ചിട്ടുണ്ട്. ഒരു എല്ലിച്ചൊരു സ്ത്രീ, അധികം വെളുത്തതല്ല. അവൾ അടുത്ത് വന്നിട്ട് സുഭാഷ് ചന്ദ്രനോട് പറയുകയാണ്, നിങ്ങളെ എനിക്കറിയാം. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ സുഭാഷ് ചന്ദ്രൻ ചോദിക്കുകയാണ്, എന്നെ എങ്ങനെയാണ് നിങ്ങൾക്കറിയുന്നത്? നിങ്ങളെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീ പറയുകയാണ്, എൻ്റെ സ്വപ്നത്തിൽ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ എന്നെ കണ്ടു നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, സുഭാഷ് ചന്ദ്രൻ ചോദിക്കുമ്പോൾ, നിങ്ങളൊരു കൽത്തുറങ്കിൽ ഒരു കുറ്റവാളിയുടെ രൂപത്തിൽ നിങ്ങളിരുന്ന് കരയുകയാണ്. എൻ്റെ മകനെ കൊന്നതിൻ്റെ കുറ്റം പറഞ്ഞ്
അതും പറഞ്ഞ് എണ്ണിപ്പറക്കി കരയുന്ന ഒരു ആളായിട്ട് നിങ്ങൾ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് എന്ന് സുഭാഷ് ചന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്. ഇവളിട്ട് കടന്നു പോകുമ്പോൾ സുഭാഷ് ചന്ദ്രൻ ചോദിക്കും, എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ പേര് അംബ, മഹാഭാരതത്തിലെ അംബയല്ല ഞാൻ എന്നും പറഞ്ഞ് അവൾ കടന്നു പോകുന്നു. ആ ഒരു സ്വപ്നത്തിൽ നിന്നാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നു, പതിവ് പോലെ പ്രഭാത കൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു. അപ്പോഴും ഇദ്ദേഹം ഈ സ്വപ്നത്തെ ഇങ്ങനെ താലോലിച്ച് ഇതെന്തൊരു സ്വപ്നം, ഇത് നടന്നതാണോ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതെല്ലാം നമ്മുടെ നോവലിൽ അത് തന്നെയാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ യഥാർത്ഥ ഭാര്യയുടെ പേര് തന്നെ ജയശ്രീ വന്ന് പറയുന്നു, ഇന്ന് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ റംസാൻ മാസക്കാലമാണ്, ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വരും. അത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനസ് ബഷീറും കുടുംബവും ഇന്നിവിടെയാണ് റംസാൻ നോമ്പ് നോക്കാൻ വരുന്നത്. അവർക്ക് കൊടുക്കുവാൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമെന്ന്. അങ്ങനെ സുഭാഷ് ചന്ദ്രൻ കാരെടുത്ത് പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നു. വൈകുന്നേരം ആവുമ്പോൾ നോമ്പ് തുറക്കാൻ ടൈം ആവുമ്പോൾ നമ്മുടെ അനസ് ബഷീർ, നമ്മുടെ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകനും ഭാര്യയും, ആ ഭാര്യ ഒരു സൈക്കാട്രിസ്റ്റാണ്, അതും 2 കുട്ടികളും അടങ്ങുന്ന സുഭാഷ് ചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. സുഭാഷ് ചന്ദ്രൻ്റെ ഭാര്യ 2 കുട്ടികൾ. അങ്ങനെ അവരവിടെ നോമ്പ് കാര്യങ്ങളും എല്ലാം ഭംഗിയിൽ നടക്കുന്നു. നടന്നു കഴിയുമ്പോൾ അവർ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ചന്ദ്രൻ്റെ അടുത്ത് ഈ അനസ് ചോദിക്കുക. അപ്പോൾ ഈ അനസിനറിയാം സുഭാഷ് ചന്ദ്രൻ ഒരു നോവലിൻ്റെ രചനയ്ക്ക് വേണ്ടിയിട്ട് 6 മാസം ശമ്പളമില്ല ലീവിലിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നോവൽ രചന എവിടം വരെയായി എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട്, എന്തോ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്നൊരു സ്വപ്നം ഇങ്ങനെ കണ്ടു, ഇങ്ങനെയാണ് എന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ സൈക്കാട്രിസ്റ്റായ ഭാര്യയുടെ അടുത്ത്, അതായത് ഈ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുത്ത് സുഭാഷ് ചന്ദ്രൻ ചോദിക്കുന്നു, സ്വപ്നം എങ്ങനെയാണ്, ഫലിക്കുമോ എന്ന്, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പല സ്വപ്നങ്ങളുടെയുമായ ഒരു ആകെ ഉള്ള മൊത്തം കഥകൾ പറയുന്നു. പലയിടത്തും പല തരത്തിലുള്ള സ്വപ്നമുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ വന്ന സ്ത്രീയുടെ പേര് അംബ എന്ന് പറയുമ്പോൾ ഈ കൂട്ടുകാരൻ്റെ ഭാര്യ പറയും, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ചോദിക്കും, അതെവിടെയാണ് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ കൂട്ടുകാരായ മറ്റുള്ളൊരു ഡോക്ടർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു സ്ത്രീയുണ്ട്, അവർക്ക് സുഖമില്ലാത്തൊരു കുട്ടിയുമുണ്ട് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് അവർ പോകുന്നു. പിന്നെ നമ്മളെ കഥയിലേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് മിഥ്യ എന്നാണ് ആ കഥയുടെ പേര്. അപ്പം മിഥ്യ എന്ന് പറയുമ്പോൾ മിഥ്യയാണ് ജഗത്ത് എന്ന് ശ്രീ ആദിശങ്കരൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്, മിഥ്യയാണ് ജഗത്തെങ്കിൽ മിഥ്യയ്ക്കുള്ളിലെ മിഥ്യയാക്കുന്ന പണിയാണ് എഴുത്ത് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത്. ആ അധ്യായം തുടങ്ങുമ്പോൾ ഒരു രേവതി അപ്പാർട്ട്മെൻറ്റ്, കാനോലി കനാൽ, അത് നമ്മുടെ കോഴിക്കോട്ടുള്ള ഒരു കനാൽ തന്നെയാണ്. ആ കനാലിൻ്റെ തീരത്ത് ഒരു രേവതി അപ്പാർട്ട്മെൻറ്റ്, ആ അപ്പാർട്ട്മെൻറ്റിലെ 6 നിലകളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, അതിലൊരു മുറിയിൽ രാവിലെ ആകുമ്പോൾ അംബ പ്രഭാതം ഉറക്കമുണർന്നു കഴിയുമ്പോൾ അവൾ ആദ്യമേ അവളുടെ 4 വർഷത്തോളമായി സുഖമില്ലാതെ ശരീരം തളർന്നു കിടക്കുന്ന അമ്മയുടെ മുറിയിലേക്ക് ചെന്ന് അമ്മയുടെ വിസർജ്യ വസ്തുക്കൾ അടങ്ങിയ തുണികളെല്ലാം മാറ്റി അമ്മയുടെ മേത്ത് ദേഹത്ത് കിടന്നുള്ള മുറിവുകൾക്കൊക്കെ നിയോസ്ഫെറിൻ പൊടിയിട്ട് അമ്മയുടെ ദേഹം ശുദ്ധിയാക്കി ആ മുറിയിൽ നിന്ന്, അമ്മയുടെ വിസർജ്യങ്ങൾ മാറ്റിയ മുറിയിൽ നിന്ന് മകൻ്റെ മുറിയിലേക്ക് അവളുടെ പ്രയാണം എല്ലാ ദിവസവും രാവിലെ. മകൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ അവളുടെ മകന് സെറിബ്രൽ പൾസി വിത്ത് ഓട്ടിസ്റ്റിക് ഡിസോർഡർ വന്ന മകനാണ്. 21 വയസ്സുണ്ട് അവൻ്റെ മകന്. ആ മകനെക്കുറിച്ച് സുഭാഷ് ചന്ദ്രൻ വളരെയധികം നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ മനസ്സിലെ ഒരു സങ്കടമല്ല, ഒരു അതിലെ അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആ മകനെ എഴുതി വച്ചിരിക്കുന്നത്. 21 വയസ്സായാലും ചുണ്ടുകൾ രണ്ടും കൂടാത്ത, ചുണ്ടിൽ നിന്ന് ഏത് നേരവും രസാലല അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതൊഴുകി തലയണ മുഴുവനും നനഞ്ഞു കുതിർന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനഞ്ഞ് അങ്ങനെ കിടക്കുന്ന ഒരു മകൻ. അവൻ്റെ ട്രൗസറിലാണെങ്കിൽ അവൻ്റെ എന്താ പറയുക, സ്ഖലനം നടന്നതിൻ്റെ പാടുകളും അടങ്ങിയ വസ്ത്രങ്ങൾ, അതെല്ലാം ഇവനെ എഴുന്നേൽപ്പിച്ച് മാറ്റി കുളിമുറിയിൽ കൊണ്ടുപോയി അവനെ ഇരുത്തി അവനെ എന്താ പറയുക എല്ലാം ചെയ്യാൻ, പ്രഭാതകൃത്യങ്ങളെല്ലാം പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുമ്പോൾ നഗ്നനായിട്ട് അവനെ ആ ടോയ്ലറ്റിൽ ഈ അമ്പ ഇരുത്തുമ്പോൾ അമ്പയുടെ തൊണ്ടയിൽ
ഒരു അമ്പ പറയുന്നുണ്ട്, ഒരു ഗൽഗതം വന്ന് മുട്ടിപ്പോകുന്നു. നഗ്നനായിരിക്കുന്ന ആ മകനെ കാണുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അമ്പയുടെ പ്രാഥമിക കൃത്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അമ്പ പല്ല് തേക്കാനായിട്ടാണ് പിന്നെ ഇരിക്കുന്നത്. മകനെ അങ്ങനെ ഇരുത്തി ഒരു ചായയും കൊടുത്ത് മുറിയിലിരുത്തുന്നു. പിന്നെ അമ്പ പല്ല് തേക്കുന്നു. അപ്പോൾ ഈ അമ്പ പല്ല് തേക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഒരു ശ്രദ്ധിച്ച് തന്നെ പറയണമെന്നാണ് നോവലിൽ നമ്മൾ വായിച്ച എല്ലാവർക്കും തന്നെ മനസ്സിലാവും. പല്ലിൻ്റെ അണപ്പല്ലിനൊരു പോടുണ്ട്. അപ്പോൾ അമ്പൾ അതിങ്ങനെ തേക്കുമ്പോൾ അമ്പയ്ക്ക് മനസ്സിലാവുന്നു ആ പോട് 8 വർഷങ്ങൾക്ക് മുമ്പ് വളരെ റൂട്ട് കനാൽ ചെയ്യണമെന്നാണ് അന്നൊരു ദന്തിസ്റ്റ് പറഞ്ഞത്. പിന്നീട് പോയിട്ടില്ല. ഇപ്പോൾ എൻ്റെ നല്ല വേദനയുണ്ട്. എന്നാലും അവൾ ആ പല്ല് നല്ലോണം തേക്കുന്നു. പല്ല് നല്ലോണം തേക്കുന്നതിൻ്റെ ഒരു കാര്യം അവളുടെ അച്ഛനെ അവൾ ഓർക്കും. അതായത് പല്ല് തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നാവും നല്ല രീതിയിൽ വൃത്തിയാക്കണം. നാവ് കൊണ്ടാണ് നമ്മൾ വാക്കുകൾ സംസാരിക്കുന്നത്. ആ നാവ് ശുദ്ധിയായിട്ടിരിക്കണം എന്നുള്ള അവളുടെ അച്ഛൻ ബാലഗംഗാധരൻ, അദ്ദേഹം ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ നന്നാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ആ ഓർമ്മയോട് കൂടിയാണ് അവളുടെ നാവും പല്ലും ഒക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ അവളുടെ വീട്ടിൽ അവൾക്കൊരു സഹായിയായിട്ട് ഒരു സ്ത്രീയുണ്ട്, ആഗ്നസ്. അവർ കടന്നു വരുന്നു, അടുക്കളയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെയാണ് അമ്പ ജീവിച്ചു പോകുന്നത്. അങ്ങനെ പോകുന്ന അമ്പയ്ക്ക് ഒരു ദിവസം ഇതേമാതിരി തന്നെ ഇതിൻ്റെ ഇടയിൽ പല വേറൊരു ഘട്ടങ്ങളും നമ്മൾക്ക് ഓരോ അധ്യായങ്ങളിൽ വരുന്നുണ്ട്. അതായത് ഒരു സോഫിയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു കള്ളനാണ്. ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ആൻ്റണിയെ ഈ പോലീസുകാരിട്ടേക്കണ പേര്, അദ്ദേഹം ഈ ചെക്കുകളൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് പൈസ കട്ടെടുക്കും. അപ്പോൾ ഈ കള്ളനെ പോലീസുകാരിട്ടേക്കണ പേര്, ഇത് യാഥാർത്ഥ്യമാണ്, ഇട്ടേക്കണ പേര് ആൻ്റൺ ചെക്കോവ് എന്നാണ്. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനുണ്ടല്ലോ, റഷ്യയിലെ ഒരു പ്രമുഖ എഴുത്തുകാരനാണ് ആൻ്റൺ ചെക്കോവ്. അപ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരനെയും കൂടി കള്ളനെയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ കള്ളനൊരു മകളുണ്ട്, സോഫിയ എന്നാണ് പറഞ്ഞത്. ചെറിയ കുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ അങ്ങാണ്ടോ പഠിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയും ഇതേമാതിരി തന്നെ ഒരു ചെറിയൊരു മാനസിക വൈകല്യമാണ്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ച് സൃഷ്ടിച്ച് എഴുതാൻ ബഹുമിടിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അനസ് എന്ന് പറഞ്ഞൊരാളും ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ മാനസിക വൈകല്യമുള്ള പല തലങ്ങൾ വരുമ്പോൾ ഈ ആൻ്റൺ ചെക്കോവിൻ്റെ മകൾക്കും ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത നല്ല സങ്കല്പ സൃഷ്ടിയിൽ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ റഷ്യയെക്കുറിച്ച് ആ കുട്ടി ഒരു ഇത് എഴുതുന്നുണ്ട്, ഒരു ലേഖനം. പക്ഷേ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ തെറ്റാണെങ്കിലും ഈ കുട്ടി അവിടെ പോയിട്ടുണ്ടെന്ന് കരുതും. പക്ഷേ ആ കുട്ടി അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇത് ചിലവരുടെ ചില അവസ്ഥകളാണെന്നാണ് ഈ മുഹമ്മദ് ബഷീറിൻ്റെ മകൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെ ചില സ്ത്രീകളുണ്ട്, ചില കുട്ടികളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു കഥയും പോകുന്നുണ്ട്. പിന്നെയും തിരിച്ച് നമുക്ക് അമ്പയിലേക്ക് തന്നെ വരാം. അമ്പയിലേക്ക് വന്നു കഴിയുമ്പോൾ അമ്പ ഒരു ദിവസം ഇതേമാതിരി പിന്നെയും ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക്, അപ്പുവിൻ്റെ പിറന്നാൾ, മകൻ്റെ പിറന്നാൾ. അപ്പോൾ അപ്പു എന്നാണ് ഈ മകനെ അവൻ വിളിക്കുന്നത്. അനന്തപത്മനാഭൻ എന്നാണ് മകൻ്റെ പേര്. ഈ അനന്തപത്മനാഭൻ എന്നിടാൻ കാരണം തന്നെ പത്മരാജൻ എന്ന് പറഞ്ഞ സംവിധായകനെ അമ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പത്മരാജൻ്റെ സിനിമകൾ കാണാനും എല്ലാം അങ്ങനെ ഒരു ആരാധനയോടുകൂടിയാണ് അമ്പ പത്മരാജനെ കൊണ്ടു നടന്നിരുന്നത്. ഇവളുടെ വിവാഹ ജീവിതമാവട്ടെ ഒരു ശരിയായ രീതിയിലായിരുന്നില്ല. ഇവളുടെ ഭർത്താവിൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. 4 വർഷമേ അവരൊരു വിവാഹമായിട്ട് ദമ്പതികളായിട്ട് ജീവിച്ചുള്ളൂ. അപ്പു എന്ന മകൻ ജനിച്ചപ്പോൾ ആ മകനെ ഉൾക്കൊള്ളാനായിട്ട് സിദ്ധാർത്ഥന് സാധിച്ചില്ല. പിന്നെ അതുപോലെ തന്നെയാണെങ്കിലും അമ്പയുടെ ശീലങ്ങളെ, അമ്പയ്ക്ക് സംഗീതം ഇഷ്ടപ്പെട്ട അമ്പയാണെന്നറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ സംഗീതത്തെ തന്നെ വെറുത്തു എന്നാണ് അമ്പ പറയുന്നത്. അമ്പയ്ക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ ആ ഭക്ഷണത്തെയും വെറുത്തു. അമ്പയ്ക്ക് സ്നേഹിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ സ്നേഹത്തെ തന്നെ വെറുത്തു. അങ്ങനെ ഒരു വളരെ പ്രശ്നകരമായ ഒരു ദാമ്പത്യത്തിൽ അപ്പു ജനിക്കുന്നു. അപ്പുവും കൂടി പിറന്നു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥനിൽ നിന്ന് ഇവൾ വിവാഹമോചനം നേടുകയാണ്. അവരുടെ അപ്പുവിനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ. ഈ അപ്പുവിൻ്റെ ജനനം അമ്പ വർണ്ണിക്കുന്നത് അപ്പുവിനെ ഗർഭിണിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അമ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല. അമ്മയുടെ പേര് ചന്ദ്രിക ടീച്ചർ, ചന്ദ്രമതി ടീച്ചർ എന്നാണ്. അവരൊരു ടീച്ചറായിരുന്നു. അവരുടെ നാട് വയനാടാണ്. അമ്പയുടെ നാട് വയനാടാണ്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ടീച്ചർ റിട്ടയർമെൻ്റ് ആയപ്പോൾ ഇവൾ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയതിന് ശേഷവും അമ്പ ഈ ടീച്ചറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് മകനെ നോക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ മകൻ കുഞ്ഞുനായിരുന്നു കഴിഞ്ഞപ്പോൾ ഇവളെ ഇങ്ങനെ ഇവളുടെ കയ്യിലും മുതുകത്തും ഒക്കെ ഇങ്ങനെ കടിച്ചു പറിക്കും. കാരണം രക്തം വരെ കിനിയണ വിധത്തിലാണ് പറിക്കുന്നത്. അപ്പോൾ ഈ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ സ്വയം പറയുന്നുണ്ട്, ഇനി അമ്മയുടെ കൈ ആവട്ടെ അവനെ ഒരു ആയുധം അല്ല ഒരു കൈ കടിക്കാനായിട്ടുള്ള ഒരു ഇതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അമ്മയായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവൾക്കൊരു സ്കൂട്ടറുണ്ട്. ഈ സ്കൂട്ടറിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഡെങ്കിപ്പനി, കോഴിക്കോട് മുഴുവനും ഡെങ്കിപ്പനി വരുമ്പോൾ ഈ കഥയിൽ എപ്പോഴും യാഥാർത്ഥ്യവും മിഥ്യയും കൂടി കൂട്ടിക്കുഴച്ചാണ് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് വർഷകാലത്താണ്, ഇടവം മിഥുനം കർക്കടകം മാസത്തിലാണ് കേട്ടോ ഈ കഥ നടക്കുന്നത്. എനിക്ക് ചില തെറ്റുകൾ വരണമെങ്കിൽ നിങ്ങൾ സദയ ക്ഷമിക്കണം. അപ്പോൾ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചപ്പോൾ ഈ ചന്ദ്രിക ടീച്ചറിനെയും കൊണ്ട് ഇവൾ കോഴിക്കോട് സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി ആസ്പത്രിയിലേക്ക് പോണ വഴിക്ക് റോട്ടിൽ മുഴുവനും വെള്ളം, കുഴികളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു കുഴിയിൽ ചാടിയപ്പോഴാണ് റോട്ടിലേക്ക് ചന്ദ്രമതിക ടീച്ചറും വീഴും, ഇവളും വീഴും. ആരൊക്കെയോ ചേർന്നിട്ട് ഇവളെ ഹോസ്പിറ്റലിൽ, ബോബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് എത്തുന്നു. അവിടെ വച്ചിട്ട് ചന്ദ്രിക ടീച്ചർക്ക് ഒരു സാരമായ ഗുരുതരമായ ഒരു പരിക്ക് പറ്റി. ഇവളുടെ കാല് മാത്രമേ ഒടിയണുള്ളൂ. അങ്ങനെ ഒരാഴ്ച അവിടെ കടന്നു കഴിയുമ്പോൾ പിന്നെ അമ്മ എന്ന് കിടക്കയിൽ തന്നെയായി. പിന്നെ ചന്ദ്രമതി ടീച്ചർ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കഥ തുടങ്ങിയപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ചന്ദ്രിക ടീച്ചർ കിടക്കുന്നു. ചന്ദ്രിക ടീച്ചറെ ഇവിടെ നോക്കുന്നു, മകനെയും നോക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അപ്പുവിന് 21ാമത്തെ പിറന്നാൾ വരിക. പിറന്നാൾ വരുമ്പോൾ ഈ അപ്പുവിൻ്റെ മുറിയിൽ, അപ്പോൾ അപ്പുവിൻ്റെ മുറിയിൽ ഒരു വലിയൊരു TV ഉണ്ട്. അപ്പുവിന് ഏത് നേരവും ഫുട്ബോൾ കളിയാണ് എപ്പോഴും ഇവള് ചെറുപ്പത്തിലേ വച്ചു കൊടുക്കുക. അപ്പോൾ ഇവള് പറയണത് ഫുട്ബോൾ കളി കാണുമ്പോൾ ഇവളുടെ ഉദ്ദേശം ആ കളികളിലൂടെ ആ ഒരു പന്തിൻ്റെ പുറകെ മറ്റുള്ള ഒരാളുടെ പോണു എന്നുള്ളതിൽ ഇവൾക്ക് പല അർത്ഥങ്ങളും ഇവൾ കാണുന്നുണ്ട്. അപ്പുവിനും അത് ഇഷ്ടമാണ്. അങ്ങനെ അതിലേക്കാണ് ഇവൻ വച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവൻ പ്രായമേറും തോറും, അതായത് 14, 15, 16, 18, 21, 20 വയസ്സായപ്പോഴത്തേക്കും ഫുട്ബോൾ കളിയിൽ നിന്ന് മാറി അപ്പു മൊബൈലിലേക്ക് മാറി. അപ്പുവിന് ഓട്ടിസ്റ്റിക് ആണെങ്കിലും സംസാരം വ്യക്തമല്ലെങ്കിലും നടക്കുന്നതിലൊന്നും ഇതില്ലെങ്കിലും മൊബൈൽ ഉപയോഗിക്കാൻ അപ്പും എടുക്കണം. അപ്പോൾ അമ്പയുടെ മൊബൈലിലാണ് അപ്പോൾ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്. ഏത് നേരവും മൊബൈലിലായിരിക്കും. അങ്ങനെ 21ാമത്തെ മിഥുന മാസത്തിലെ പൂരം നക്ഷത്രമാണ് അപ്പുവിൻ്റെ പിറന്നാൾ. ഈ പിറന്നാളിന് ഈ അപ്പുവിനെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം എന്നുള്ളത് ചന്ദ്രമതി ടീച്ചറിൻ്റെ അടുത്തും മകൻ്റെ അടുത്തും ചെന്ന് ഇവൾ പറയാണ്, അപ്പു നമുക്ക് നാളെ ഒന്ന് പുറത്ത് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുവിന് ഞാൻ ഭക്ഷണം മേടിച്ച് തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും അപ്പുവിന് എന്താ വേണ്ടേ എന്ന് അങ്ങോട്ട് കയറി ചോദിക്കുമ്പോൾ അപ്പു അസ്പഷ്ടമായ വാക്കുകളോട് പറയും, എനിക്ക് കല്യാണം കഴിക്കണം. ഇവക്ക് മാത്രം അറിയാവുന്ന ഭാഷയിലാണ് അപ്പോൾ അത് പറയുന്നത്. അപ്പോൾ ഇവൾ ഓർക്കുകയാണ്, അതായത് അപ്പുവിൻ്റെ കൂടെയാണ് ഇവൾ കിടന്നിരുന്നത്. അപ്പുവിൻ്റെ കൂടെ കിടന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഇവളുടെ കിടപ്പിനെക്കുറിച്ച് സുഭാഷ് ചന്ദ്രൻ വർണ്ണിക്കുന്നുണ്ട്. ആകെ 2 മുറിയുള്ളൂ. ഒരു മുറിയിൽ ചന്ദ്രമതി ടീച്ചർ കയറുമ്പോൾ ചെറിയൊരു വരാന്ത, ഒരു മുറിയിൽ ചന്ദ്രമതി ടീച്ചർ, കാരണം വാടക കൊടുക്കാൻ 6000 രൂപയാണ് വാടക ആ ഫ്ലാറ്റിന്. ഇത്രയും കുറവ് വാടക ആ ഫ്ലാറ്റിന് കിട്ടാൻ കാരണം ഇതിൻ്റെ അടുത്ത് ഒരു ശ്മശാനമുണ്ട്. അത് കാരണം ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ പുകയും ഒക്കെ കാരണം വാടക കുറവാണ് അവിടെ ഉള്ളവർക്കൊക്കെ. അങ്ങനെയുള്ളവർ അവിടെ വന്ന് താമസിക്കുകയുള്ളൂ. ഇപ്പുറത്തെ മുറിയിൽ അപ്പു. അപ്പോൾ ഈ ഒരു കുടിസ് മുറിയുടെ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഈ ടേബിളിലാണ് ഇവൾ കിടക്കുന്നത്. കസേരകളൊക്കെ ചേർത്തിട്ടിട്ട് ഇവൾ രാത്രി നെടുനീളത്തിൽ വന്ന് കിടക്കും. ഇതിനെ, അതായത് സുഭാഷ് ചന്ദ്രൻ ഇവളുടെ കിടപ്പിനെ വർണ്ണിക്കുന്നത് രാത്രി നിശാചരന്മാർക്ക് കഴിക്കാനുള്ള നെടുനീള ഭക്ഷണം വിളമ്പി വച്ചിരിക്കുന്നത് പോലെയാണ് അമ്പ രാത്രി ഡൈനിങ് ടേബിളിൽ കിടന്നുറങ്ങുന്നതെന്നാണ്. അപ്പോൾ ഈ അമ്പ അപ്പുവിൽ നിന്ന് മാറിക്കിടക്കാനായിട്ട് കാരണം അപ്പുവിൻ്റെ കിടപ്പിൻ്റെ കൂടെ കിടക്കുമ്പോൾ അപ്പു പ്രായപൂർത്തിയായ, അവന് ഓട്ടിസ്റ്റിക് ആണെങ്കിലും അവൻ്റെ ശരീരം എല്ലാം ആഗ്രഹിക്കുന്ന സാധാരണ ഒരു യുവാവിൻ്റെ ശരീരമാണ്. അവിടെ അവൻ്റെ ശാരീരികമായ അവൻ്റെ ആ ഉറപ്പില്ലാത്ത കൈ കൊണ്ടിട്ട് അവൻ പല പ്രക്രിയകളും ചെയ്യുന്നത് കണ്ടിട്ടുള്ള ആ അറപ്പിൽ നിന്ന് അമ്പ അവിടെ നിന്ന് മാറിക്കിടക്കുകയാണ്. ഇനി അപ്പുവിനോട് കിടക്കാൻ അമ്മയ്ക്ക് അറപ്പാണ്, അപ്പുവിനെ നാറി തുടങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്പ ഡൈനിങ് ടേബിളിലേക്ക് മാറുന്നത്. അങ്ങനെ ഈ അപ്പുവിനെയും കൊണ്ടിട്ട് ഇവൾ പിറന്നാളിന്, അപ്പോൾ ഈ ആഗ്നസിൻ്റെ അടുത്ത് പറയും,
നാളെ നീ അമ്മയുടെ അടുത്ത് ഇരിക്കണം, എനിക്കൊന്ന് അപ്പുവിനെയും കൊണ്ട് പുറത്ത് പോകണം, അപ്പുവിനൊരു കേക്ക് അനന്തപത്മനാഭൻ എന്ന് മുഴുവനും എഴുതി ഒരു കേക്ക് മേടിച്ച് കൊടുക്കണം, അവന് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവൾ ഓർക്കുകയാണ്, ആ രാത്രി തന്നെ ഇവൾ ഓർക്കുകയാണ്, ഇവൾ ആദ്യം 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവൾ പല്ലിന് ഡോക്ടറിനെ കാണാൻ പോയിരുന്നപ്പോൾ അപ്പുവിനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ഹോളിൽ ഇരിക്കുമ്പോൾ അവിടെ ടീപ്പോയുമേ പല പുസ്തകങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന കൂട്ടത്തിൽ ഒരു യാത്ര എന്നുള്ള മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പ് കിടക്കുന്നു. അപ്പോൾ ഈ അപ്പു ആണെങ്കിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അപ്പു ഒരു കൗതുക വസ്തുവാണ്. കാരണം അപ്പുവിൻ്റെ ഒരു വസ്തു കൂടെ ഉള്ള ഈ വിടർന്ന ചുണ്ടിൽ നിന്നിങ്ങനെ ഒലിച്ചിങ്ങനെ വായിന്ന് ഉമിനീരിങ്ങനെ വന്ന് ദേഹം ആസകലം ഇരിക്കുന്നിടത്തും ആവും. അപ്പോൾ എല്ലാവർക്കും അതൊരു അറപ്പോടും വെറുപ്പോടും കൂടിയാണ് അപ്പുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൾ ഈ അപ്പുവിനെയും വെച്ച് ഡോക്ടർ എപ്പോഴാണ് വിളിക്കണേന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കണ അവസ്ഥയിൽ ടീപ്പോയിൽ കിടക്കുന്ന യാത്ര എന്നുള്ളൊരു മാസിക അവളെടുത്ത് നോക്കുകയാണ്. അതിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ വെള്ളിയാങ്കല്ലിലേക്കുള്ളൊരു യാത്ര അദ്ദേഹം നടത്തിയത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് വെള്ളിയാങ്കല്ല്, അതായത് നമ്മുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയ മുകുന്ദൻ്റെ ആത്മാക്കൾ പൂത്തുമ്പുകളായിട്ട് പറക്കുന്ന വെള്ളിയാങ്കല്ലുണ്ടല്ലോ, ആ വെള്ളിയാങ്കല്ലിലേക്ക് സുഭാഷ് ചന്ദ്രൻ ശരിക്കും നടത്തിയ യാത്രയുടെ ഒരു വിവരങ്ങൾ ആ മാസികയിലുണ്ടായിരുന്നു. അവൾ അന്നത് ഈ ഡോക്ടറെ കാണാനുള്ള ത്വരയിൽ അതൊന്ന് കുറച്ച് വായിച്ചു നോക്കി. അപ്പോഴത്തേക്കും സിസ്റ്റർ വന്ന് വിളിക്കുന്നു, കടന്ന് ചെല്ലാൻ പറയണം. അത് അവൾ അവിടെ ഇടുന്നു, പിന്നെ വായിക്കുന്നില്ല. ഡോക്ടറെ കണ്ട് അവൾ തിരിച്ചു പോരുമ്പോൾ അവൾ അന്നത്തെ ദിവസം അത് തന്നെ പോരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവൾ പിറന്നാളിനായിട്ട് പോകുന്നത്. പുറത്തേക്ക് പോയി അപ്പുവിന് കേക്ക് മേടിച്ചു കൊടുത്തു, ഒരു ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകശാലയിൽ ചെന്നിട്ട് അവൾ അവിടുത്തെ ഒരു പയ്യനാണ്. ആ പയ്യൻ്റെ അടുത്ത് പറയുന്നു, എനിക്കിങ്ങനെ ഒരു പുസ്തകം വേണം, ഇങ്ങനെ ഒരു എഴുത്തുകാരൻ വെള്ളിയാങ്കല്ലിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം വേണം എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ പയ്യൻ പറയും, അദ്ദേഹം എഴുതിയ കുറച്ച് ലേഖനങ്ങൾ അടങ്ങിയ ഒരു കൃതിയുണ്ട്, ഞാൻ കൊണ്ടുതരാമെന്ന് കൊടുക്കുമ്പോൾ അതിനകത്തുണ്ട് ഇവൾ അന്ന് വായിച്ച ആ ലേഖനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പയ്യൻ പറയും, ചേച്ചിക്ക് ഇദ്ദേഹത്തെ കാണണോ? അപ്പോൾ ഇവളിങ്ങനെ കേൾക്കുന്നുണ്ട്, തൊട്ടടുത്ത ഒരു ഹോളിൽ നിന്ന് ഒരു പ്രസംഗം കേൾക്കുന്നുണ്ട്. ഇതെഴുതിയ എഴുത്തുകാരൻ അപ്പുറത്തെ ഹോളിൽ ഒരു പുസ്തക പ്രകാശനത്തിന് എത്തിയിട്ടുണ്ട്, ചേച്ചിക്ക് അവിടെ ചെന്നാൽ ഇത് കാണാമെന്ന് പറയും. അങ്ങനെ ഇവൾ ഈ സുഖമില്ലാത്ത അപ്പുവിനെയും പിടിച്ച്, അപ്പു ആണെങ്കിൽ കുതറി ഇതേമാതിരി തന്നെ വേച്ച് ഇവൾ വലിച്ച് ഈ സുഭാഷ് ചന്ദ്രൻ അവിടെ ഒരു സിനിമാ നടി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ സുഭാഷ് ചന്ദ്രൻ പ്രസംഗിക്കുന്നു. ആ ഹോളിലേക്ക് അപ്പുവിനെയും പിടിച്ച് ഇവൾ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോളിലേക്ക് കയറി വരുന്ന ഈ അമ്പയെ കാണുന്നു, ഈ മകനെയും കാണുന്നു. സുഭാഷ് ചന്ദ്രൻ്റെ സംസാരം മുഴുവനും ശ്രദ്ധ മുഴുവനും ഇവരിലായിരിക്കും. ഇവൾ ഒരുവിധം കടന്നു വന്ന് ഇവളെ ഈ സുഖമില്ലാത്ത മകനെ കാണുമ്പോൾ എല്ലാവരും ഒരു സ്നേഹമില്ലാത്ത തരത്തിൽ നോക്കിയതും പ്രകാരം ഒഴിഞ്ഞും കൊടുത്ത് ഇവളൊരു കസേരയിൽ മകനെയും ഇരുത്തി അവളും ഇരിക്കുക. അപ്പോൾ ഇവൾ മകനെ നോക്കുമ്പോൾ മകൻ ഇങ്ങനെ വിറച്ച് ഒരു കൂടുതൽ നേരം, ഒരു അര സെക്കൻഡ് പോലും ഒരു വസ്തുവിലേക്കോ ഒരാളിലേക്കോ ആ മകൻ്റെ ദൃഷ്ടി നിൽക്കില്ല. എന്നാൽ തന്നെയാണെങ്കിൽ ആ മകൻ ദൃഷ്ടി പൊക്കി സ്റ്റേജിലേക്ക് ഇരിക്കുന്ന സുന്ദരിയായ സിനിമാ നടിയിലേക്കാണ് കണ്ണ് എന്ന് അമ്പ മനസ്സിലാക്കുന്നു. അങ്ങനെ സുഭാഷ് ചന്ദ്രൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ പറയുകയാണ്, വാക്ക് എന്നുള്ള ആ ഒരു വിഷയത്തെ എടുത്തിടുകയാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് സമയമില്ലെങ്കിലും വാക്കിനെക്കുറിച്ച് എനിക്ക് 2 വാക്ക് നിങ്ങളോട് പറയണം. ഒരു വാക്ക് ഉൽപ്പത്തി, അതായത് വാക്കുണ്ടാകുന്നതിനെക്കുറിച്ച് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം. കരിമ്പ് എന്നുള്ളൊരു വാക്ക് എങ്ങനെ ഉണ്ടായി? ഒരു വാക്കുണ്ടാവണമല്ലോ. അപ്പോൾ കരിമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാവരും സദസ്സൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ചിരിച്ചും ഇങ്ങനൊരു വാക്കോ എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, കരിമ്പ് എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് വർഷങ്ങൾക്കപ്പുറം ദ്രാവിഡ വംശജ ആ ഒരു കാലത്തേക്ക് നമുക്ക് കുറച്ച് പോയി കഴിയുമ്പോൾ അവിടെ കാട്ടിൽ നിവാസികളായ കുറച്ച് പേര് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ, അതായത് ഭക്ഷണത്തിനും താമസിക്കാനും ഒരു കുടിലുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഉള്ള അന്വേഷണത്തിനൊക്കെ ആയിട്ട് കാണുന്ന കാടുകളൊക്കെ മരങ്ങളൊക്കെ വെട്ടി പോകുമ്പോൾ കരിനീല തണ്ടുള്ള ഒരു ചെടി വളരെ ഇലയോടുകൂടി നീണ്ടു നിവർന്ന് നിൽക്കണം. അപ്പം മുന്നിൽ നടക്കുന്ന മൂപ്പൻ, അയാളുടെ പുറകിലായിരിക്കും മറ്റുള്ളവർ. അദ്ദേഹം ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതെന്ത് ചെടി എന്നുള്ളൊരു ഭാവന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരും.
അങ്ങനെ ഇത് വല്ല വീടൊക്കെ വയ്ക്കുമ്പോൾ ഉറപ്പുള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടി നോക്കുമ്പോൾ അതിനത് വലിയ ഉറപ്പില്ല. അപ്പോൾ ഇതിൽ അതായത് പിടിച്ചു നോക്കുമ്പോൾ നല്ല കനമുണ്ട്, നല്ല കടുപ്പമുള്ള ഇതാണ്. അപ്പോൾ ആ ഒരു കടുപ്പം, അതായത് അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഒരു വടിയാണ് എന്നുള്ളത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക എന്നൊരക്ഷരം രൂപപ്പെടുന്നു. അപ്പോൾ ഇതിന് ഉറപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുമ്പോൾ ഇത് തിന്നാൻ നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അയാൾ അതിങ്ങനെ അണക്കിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് ഞെരിക്കും. അപ്പോൾ അത് നാരുകളായിട്ട് രൂപാന്തരപ്പെടും ആ വസ്തു. അപ്പോൾ അവിടെ രി എന്നുള്ളൊരു അക്ഷരം വരുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ നാവുമിലേക്ക് നല്ല ഇമ്പമുള്ള നല്ല മധുരമായിട്ട് ഒരു പദാർത്ഥം നാവിലേക്ക് ആ രസം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നല്ലൊരു ഇമ്പം വന്നു. അപ്പോൾ ഇമ്പ് എന്ന് വരുമ്പോൾ കരിമ്പ് എന്നൊരു വാക്ക് അവിടെ രൂപാന്തരപ്പെട്ടു എന്ന് സുഭാഷ് ചന്ദ്രൻ പറയുന്നു. അതായത് പഴയ കാലത്ത് വാക്കുകൾ അദ്ദേഹത്തിന് അത് കൂടുതൽ സദസ്സരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ആണുവായുധം കണ്ടുപിടിച്ചതിനേക്കാൾ കൂടുതൽ ഏറ്റവും മെച്ചമായത് അണു എന്നുള്ളൊരു വാക്ക് കണ്ടുപിടിച്ച പാമരനാണ് പ്രാധാന്യം. കാരണം വാക്ക് അവിടെ വന്നുല്ലോ, എന്നിട്ടാണല്ലോ ആയുധം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പു ഇവിടെ ഇതിൽ നിന്ന് വരുമ്പോൾ അപ്പു ഇവിടെ ഇരിക്കുന്നില്ല, കുറച്ച് ഇതായിട്ട് അങ്ങനെ അപ്പുവിനെയും കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് അപ്പുവിനെ വലിച്ച് അമ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഭാഷ് ചന്ദ്രൻ ഇവിടെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. സുഭാഷ് ചന്ദ്രൻ വേഗം പുറത്തേക്ക് വരുന്നു. മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചന്ദ്രൻ അടുത്ത് വരുമ്പോൾ ഇവളുടെ കയ്യിൽ ഈ യാത്ര എന്നുള്ള ഈ പുസ്തകം, ഇദ്ദേഹത്തിൻ്റെ പുസ്തകം കാണുന്നു. അങ്ങനെ ആ പുസ്തകം സുഭാഷ് ചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രനിൽ നിന്ന് മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ ഇവൾ വാങ്ങിക്കുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവൾ ആ രാത്രി സുഭാഷ് ചന്ദ്രന് മെയിൽ ചെയ്യാണ്. ഞാൻ നിങ്ങൾ എഴുതിയ വെള്ളിയാങ്കല്ല് വായിച്ചു, നല്ല രീതിയിൽ നിങ്ങളത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്നതിന് മുമ്പേ ഞാൻ ആ വെള്ളിയാങ്കല്ലിൽ പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് പിന്നെ നമ്മൾ വേറൊരു അധ്യായത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇവളുടെ MA വരെ പഠിച്ചതാണ് അമ്പ. പഠിച്ചിരുന്ന കാലത്ത് ആ ഒരു കാലത്ത് ഇവളുടെ കല്യാണം സിദ്ധാർത്ഥനായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കല്യാണം ക്ഷണിക്കാൻ ഇവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അമ്മയോട് പറയുന്നു എനിക്ക് കല്യാണം ക്ഷണിക്കാൻ കോഴിക്കോട് കോളേജിൽ ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോണു. പക്ഷെ ഇവൾക്കൊരു കാമുകനുണ്ട്. ആ കാമുകനെത്തിട്ട് ഇവൾ ഒരു ബോട്ടിൽ വെള്ളിയാങ്കല്ലിലേക്ക് പോവുകയാണ്. അവിടെ വച്ചിട്ട് ഇവൾ പറയുന്നു ഇവളുടെ ആദ്യ രതിയും ആദ്യ രാത്രി അവളവിടെ അനുഭവിച്ചു എന്നിവൾ സുഭാഷ് ചന്ദ്രൻ്റെ അടുത്ത് വെളിവാക്കുന്നുണ്ട്. അതങ്ങനെ ആ കഥ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെയും നമുക്ക് സിദ്ധാർത്ഥൻ ഇവളുടെ ഭർത്താവിലേക്ക് വരാം. അതായത് ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കുകയാണ് സിദ്ധാർത്ഥൻ എങ്ങനെ ഇവളിൽ നിന്ന് പല സ്ത്രീകളും ഇതിൻ്റെ ഇടയിൽ ഓരോ കടന്നു വരുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ ഒരുമിച്ചിട്ട് വേറെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ ഒരു ശകുന്തള സത്യപാലൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് 2 സുന്ദരിയായ പെൺകുട്ടികളാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ഇതേമാതിരി പുരുഷന്മാരോട് ഭയങ്കര ആസ്തിയായിരുന്നു. അപ്പോൾ ഇവളുടെ അടുത്ത് വന്നിട്ട് പറയണത് അവൾക്ക് 2 പെൺകുട്ടികളുണ്ട്, പക്ഷേ ഏത് നേരവും പഠിപ്പാണ്, 10ലൊക്കെ പഠിക്കണമെങ്കിലും അവർക്കൊന്നും പ്രേമിക്കണം എന്നുള്ളൊരു വിചാരമില്ലാത്തൊരു മക്കളാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥനയ്ക്ക് ഒരു ശ്രദ്ധ കൊടുക്കുകയാണ് ശകുന്തള. അങ്ങനെ അമ്പ അറിയാണ് ഈ സിദ്ധാർത്ഥൻ ഈ ശകുന്തളയായിട്ട് ഉള്ള ഒരു വല്ലാത്തൊരു ദിവസവും ഒരു മുറിയിൽ വെച്ചിട്ട് അവിചാരിതമായിട്ട് കാണാനിടവരുന്നു. ആ കാരണത്താലാണ് സിദ്ധാർത്ഥനിൽ നിന്ന് അമ്പ വിവാഹമോചനവും നേടുന്നത്. കാരണം ഇവള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എനിക്കും എൻ്റെ മകനും ജീവിക്കാൻ കാരണം സിദ്ധാർത്ഥനൊരു സ്നേഹവുമില്ല. അപ്പം സ്വതന്ത്രമായിട്ട് എൻ്റെ അപ്പുവിനെ കൊണ്ടു നടക്കാൻ പ്രാണനെ പോലെയാണ് ഈ അമ്പ ഇവനെ സ്നേഹിക്കുന്നത്. ചെറുപ്പത്തിലെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥനിൽ നിന്ന് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ആ വയറ്റിലാവുമ്പോൾ തന്നെ ഒരു ആൺകുഞ്ഞാണ് എന്നാണ് ഇവളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലിട്ട് താലോലിച്ച് ഈ മകനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ പ്രസവത്തിൻ്റെ പോകുന്നതൊക്കെ നമ്മളെ വർണ്ണിക്കുന്നുണ്ട്. ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ഈ സിദ്ധാർത്ഥനെ ഒരു തരം പകയോടുകൂടിയാണ് നോക്കുന്നത്. കാരണം എനിക്കൊരു മകനാണ് ജനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് പ്രതീക്ഷയുണ്ട് ആ മകൻ നിങ്ങളെപ്പോലെ ആയിരിക്കില്ല, എൻ്റെ മകനായിട്ട് ഇനി ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിലെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് സിദ്ധാർത്ഥനെ നോക്കിയിട്ട് ലേബർ റൂമിലേക്ക് പോകുന്നതും മകനെ പ്രസവിക്കുന്നത്. മകൻ നല്ല മിടുക്കനായ ഒരു കുട്ടിയാണ്.
ഇവർക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിയുന്നില്ല ഇവനിങ്ങനൊരു തകരാറുണ്ടെന്ന്. പക്ഷേ മകൻ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ സിദ്ധാർത്ഥൻ്റെ അമ്മ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ടെന്ന്. ഇപ്പോഴും അവൾക്കൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവൾ പോകണം. അവൾ കരുതുന്നുണ്ടില്ല എൻ്റെ മകനൊരു കുഴപ്പവുമില്ല എന്ന്. പക്ഷേ 3 വയസ്സാകുമ്പോഴാണ് അറിയുന്നത് മകന് ഇങ്ങനെ സെറിബ്രൽ പൾസി വിത്ത് ഓട്ടിസ്റ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഇവനെ എഴുത്തിനിരുത്തണമല്ലോ എന്നുള്ളൊരാഗ്രഹം, മഹാനവമി എന്നും എഴുത്തിനിരുത്തണമല്ലോ എന്നുള്ളൊരാഗ്രഹം സിദ്ധാർത്ഥനോട് പറയുന്നു. പക്ഷേ സിദ്ധാർത്ഥൻ അത് ഉൾക്കൊള്ളുന്നില്ല. ആ നിമിഷത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥൻ ഇങ്ങനെ വേറൊരു സ്ത്രീയായിട്ട് വേറൊരു മുറിയിൽ കാണുമ്പോൾ ഇവൾ സ്വയം കരുതിയാണ് മകൻ എഴുത്തിനിരുത്തണ്ട, ഞാൻ എഴുത്തിനിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവൾ യാഥാർത്ഥ്യമായ അക്ഷരങ്ങളുടെ മുമ്പിൽ അമ്പ സ്വയം എഴുത്തിനിരുത്തുന്നു. അങ്ങനെ അന്നു മുതൽ ആ യാഥാർത്ഥ്യങ്ങളോട് അവൾ വാതിലടച്ച് അവളുടെ മനസ്സിലൊരു സമുദ്രശില രൂപപ്പെടുകയാണ്. അവളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ സങ്കല്പിച്ച്, വാസ്തവമല്ലാത്ത കാര്യങ്ങളെ സങ്കല്പിച്ച് അത് വാസ്തവികമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയാണ് അമ്പ. അങ്ങനെ അമ്പ അതേമാതിരി, അതായത് അമ്പയ്ക്ക് മകനെ ഓർത്തിട്ട് എപ്പോഴും വേദനയാണ്. അതായത് ഇരിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ തൻ്റെ വേദന എന്ന് പറഞ്ഞ ആ ഒരു ഗർഭപാത്രത്തിൽ ഒട്ടും പുറത്ത് കിടക്കാനാവാത്ത വിധത്തിൽ കൈകാലുകളിട്ട് കിടക്കുന്ന ആ മകനെ ഓർത്ത് അവൾ ഒരു മൃഗത്തെ പോലെയാണ് ചില രാത്രികളിൽ കരയുന്നത്. എൻ്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ഒരു വിഷമം അവൾക്കുണ്ട്. അങ്ങനെ അവൾ അറിയുന്നു മകൻ്റെ മൊബൈലിൽ ഒരു ദിവസം ഇവൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് പല രതിലീലകളും അടങ്ങിയ പല പോൺ ചാനലുകളുമാണ് മകൻ കാണുന്നതെന്നുള്ളത്. അവൻ്റെ വിറയ്ക്കാത്ത കയ്യ് SEX എന്ന് പറഞ്ഞ സെക്സ് എന്ന് പറഞ്ഞ ഒരു അക്ഷരം അടിച്ചു കൊടുത്തിട്ട് കാണാവുന്ന ലീലകളിൽ അവൻ വളരെ സന്തുഷ്ടനാണെന്നുള്ള ഒരു ഭീകര സത്യത്തെ അമ്പയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതും കാണുന്നത് അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളും ചെറിയ യുവാക്കളുമായിട്ടുള്ള അവരുടെ. അതോടുകൂടി അമ്പ തകർന്നു പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ചന്ദ്രമതി ടീച്ചർ മരിച്ചു പോകുന്നു. അവരിതേമാതിരി ഒരു ദിവസം രാത്രി മരിച്ചു പോകുന്നു. അങ്ങനെ അമ്പ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ കഥയിലേക്ക് പോകുമ്പോൾ മറ്റുള്ള സുഭാഷ് ചന്ദ്രൻ വേറൊരു രീതിയിലൊരു വിരലടയാള വിദഗ്ധൻ ഒരു കൊലപാതകം തെളിയിക്കുന്ന കഥ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതൊരു ദിനേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടുള്ള അദ്ദേഹം ആ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മളെ അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ അമ്മ മരിച്ചതോടുകൂടി അമ്പയും ഈ മകനും കൂടുതലൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇതായിരുന്നു. അപ്പോൾ ഈ അമ്മ വയനാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് കുറച്ച് പൈസ അമ്പയുടെയും മകൻ്റെയും പേരിൽ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നാൽ തന്നെയും കുറച്ച് സ്ഥലവും കൂടി ബാക്കിയുണ്ട്. മകനെയും കൊണ്ട് വയനാട്ടിൽ പോയിട്ട് ആ സ്ഥലവും കൂടി അമ്പ വിൽക്കുകയാണ്. വിറ്റ് ആ പൈസയും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞ് അമ്പ ഒരു ദിവസം ഈ മകൻ ചെയ്യുന്ന ഈ ശിക്ഷയ്ക്ക് എന്ത് പരിഹാരമാണ് കൊടുക്കണേ എന്നുള്ളൊരു ആലോചനയിൽ അമ്പ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അമ്പ ഒരു പാലാരിവട്ടത്തുള്ള, അങ്ങനെ തന്നെയാണ് എഴുതണത്, ഈ കുട്ടികളെ ഇങ്ങനെയുള്ള ഡിസോർഡറായിട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സുപ്രഭ പൈ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ പരിചയപ്പെടുന്നു. അവർക്കും ഇങ്ങനെ ഒരു മകനാണ് ഉള്ളത്. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ അമ്പ പോകുന്നുണ്ട് മകനെയും കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത്, അമ്പേ നിനക്ക് ഇങ്ങനൊരു വിധി എന്തുകൊണ്ടാണ് വന്നതെന്ന് അമ്പ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത്, ദൈവം ഒരു സ്പെഷ്യൽ ചൈൽഡിനെ തരുമ്പോൾ ആ സ്ത്രീ ഒരു സ്പെഷ്യൽ സ്ത്രീയായി ഉള്ളവർക്കേ ഇങ്ങനൊരു കുട്ടിയെ ഈശ്വരൻ ഇങ്ങനൊരു സ്ത്രീക്ക് നൽകുള്ളൂ. മറ്റുള്ള സ്ത്രീകളിലും നീ വിശേഷപ്പെട്ടതാണ്, ഞാനും വിശേഷപ്പെട്ടതാണ് എന്ന് ആ സ്ത്രീ കൂടുതൽ ഒരു മോട്ടിവേഷൻ മാതിരി അമ്പയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അമ്പ ചോദിക്കുന്നുണ്ട്, സ്പെഷ്യൽ മദറിനെ പോലെ തന്നെ ഉത്തരവാദിത്വം സ്പെഷ്യൽ ഫാദറിനില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുപ്രഭ പയ്യും പറയുന്നു, എൻ്റെ ഭർത്താവും എൻ്റെ മകൻ ഇങ്ങനെ ആയപ്പോൾ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ ഞാൻ എങ്ങനെ ആ വാക്കും നിൻ്റെ അടുത്ത് പറയും എന്ന് സുപ്രഭ പൈ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ആഗ്നസിൻ്റെ കുറച്ച് അവർ ആ കുട്ടി ഒരു നല്ലൊരു അറിവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ദിവസം ചന്ദ്രമതി ടീച്ചർ ആഗ്നസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആഗ്നസ് പറയും, എൻ്റെ പേര് ആഗ്നസ് എന്ന് പറയുന്നുണ്ട്, അഗ്നിദേവൻ്റെ പേരിനോട് സാമ്യമാണെന്ന് പറയുമ്പോൾ പറയും, അതിൽ എൻ്റെ മക്കളുടെ പേരാണ് പൊഹയും കട്ടപ്പൊഹയും എന്നൊക്കെ ഒരു തമാശയൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് കഥയുടെ സമാപ്തിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ സത്ത് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അമ്പ
ഈ പൈസ എല്ലാം കളക്ട് ചെയ്യുന്നു. ആഗ്നസ് ഒരു ദിവസം രാവിലെ വീട്ടിൽ വരുമ്പോൾ ഇവൾ വീടൊക്കെ വൃത്തിയാക്കി പുതിയ കുഷ്യനൊക്കെ ഇടുന്നു. അപ്പോൾ ആഗ്നസ് ചോദിക്കും, എന്താ ചേച്ചി ഇന്നിവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇന്നിവിടെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചന്ദ്രഗ്രഹണം വരുന്നു എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ വലിയൊരു വാർത്ത, കർക്കിടക മാസത്തിൽ ചന്ദ്രഗ്രഹണം വരുന്നു, നാളെയാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് എന്നുള്ളൊരു വാർത്ത വരുന്നു. സുഭാഷ് ചന്ദ്രൻ ആ വാർത്ത ഭാര്യയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയും, അപ്പോൾ മഴയാണെങ്കിൽ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, എല്ലായിടവും മഴ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവളും കലണ്ടറിൽ നോക്കുന്നു, ഇങ്ങനെ വ്യാസപൂർണിമ നാളെയാണ് എന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എഴുത്തുകാരനായിട്ട് ഇവൾ നിരന്തരം ഓരോ കാര്യങ്ങളും കൂടുതലും ഇവൾ പറയുന്ന കഥകൾ മുഴുവനും സുഭാഷ് ചന്ദ്രനോട് പറഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രൻ നമ്മളോട് പറയുന്നു, വായനക്കാരിലേക്ക് എത്തിക്കുന്നു. ആ രീതിയിലാണ് കഥ പോകുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ആഗ്നസ് കയറി വരുമ്പോൾ എല്ലാം പുതിയതായിട്ടിരിക്കുമ്പോൾ ഇന്നെന്താ ഇവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഒരു വിരുന്നുകാരൻ വരും. അപ്പോൾ ആഗ്നസ് ചോദിക്കുന്നുണ്ട്, ആരാ ചേച്ചി ആ വിരുന്നുകാരൻ എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ എന്തോ ഇങ്ങനെ ആഗ്നസ് ഇന്നൊരു ചന്ദ്രഗ്രഹണമാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുമ്പോൾ ആഗ്നസ് പറയാണ്, ചേച്ചി ഗ്രഹണത്തെക്കാട്ടും പ്രാധാന്യം എനിക്കിപ്പോൾ പണമാണ് എന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്പയ്ക്ക് സ്വയം മനസ്സിലാവുന്നുണ്ട് ആഗ്നസിനൊരു മകളുണ്ട്, ആ കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണം നടത്താനായിട്ട് അവൾ വീട്ടിലൊക്കെ വേലയെടുത്ത് 11 പവനോളം സ്വരുക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് മകളെ കണ്ടിഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് ചോദിച്ചതാണ് എന്ന് അമ്പയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പ ഇവൾ പറയും, ലോൺ എടുത്തുകൂടെ ആഗ്നസേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ലോൺ എടുക്കണമെങ്കിൽ ജാമ്യം നിൽക്കാനൊക്കെ ഇഷ്ടംമാതിരി പേര് വേണം, ആരും ചെയ്യില്ല എന്ന് പറയും. അങ്ങനെ അമ്പ അകത്ത് ചെന്നിട്ട് അലമാരി തുറന്ന് കുറച്ച് പേപ്പേഴ്സായിട്ട് തിരിച്ചു വരുമ്പോൾ അതിനകത്ത് ഒരു ചെക്കിൽ 3 ലക്ഷം രൂപയുടെ ചെക്ക് ആഗ്നസിന് കൊടുത്തിട്ട് പറയും, ഇത് നീ വച്ചോളൂ, നിനക്ക് ഞാൻ ലോൺ തരികയാണ്, വീട്ടുവേല എടുത്തിട്ട് എനിക്ക് നീ ഇത് കടം വീട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ലക്ഷത്തിൻ്റെ ചെക്ക് അമ്പയ്ക്ക് കൊടുക്കുന്നു. അതുകൂടാണ്ട് വേറെ 2 ചെക്കുകളും കൂടി എടുത്തിട്ട് അമ്പ പറയും, ഇത് ഞാൻ നിനക്ക് 2 അഡ്രസ്സ് തരാം, അതിനകത്തേക്ക് നീ നാളെ ഇത് പോസ്റ്റ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഇവൾ അകത്തേക്ക് പോയ നിമിഷത്തിൽ ആഗ്നസ് ഒരു സാധാരണ സ്ത്രീയുടെ ആ ഒരു ത്വരയോടുകൂടി ഇതാർക്കാണ് എന്ന് അറിയുമ്പോൾ അതിലൊരു ചെക്ക് സുപ്രഭ പൈ എന്ന് പറഞ്ഞൊരു ആ ഡോക്ടർക്കാണ്, പാലാരിവട്ടത്തുള്ള ഡോക്ടർക്ക് 10 ലക്ഷം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർക്കൂടെ ഒരു ബന്ധുവുണ്ട് കേട്ടോ, ഒരു ശാന്തമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ചന്ദ്രമതി ടീച്ചർക്ക് അസുഖം വന്നപ്പോഴും ഒക്കെ വയനാട്ടിൽ നിന്ന് ഇവളുടെ വീട്ടിൽ വന്നിട്ട് അപ്പുവിനെ കുറച്ചൊക്കെ സഹായിച്ചിട്ടൊക്കെ ഉള്ളതാണ് കുളിപ്പിക്കാനൊക്കെ. പക്ഷേ അപ്പുവിനെ കുളിപ്പിക്കാനിരുത്തിയപ്പോൾ അവളുടെ ആ ശരീരമായ ആ ഒരു അവയവം എല്ലാം പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെ ആണെന്ന് ഈ ശാന്തമ്മ അറിയുമ്പോൾ ശാന്തമ്മ സ്വയം പിൻവാങ്ങുകയാണ്. അപ്പോൾ ഒരു സ്നേഹമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പുരുഷനെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ആ ഒരു ചിന്തയോടു കൂടിയാണ് സുഭാഷ് ചന്ദ്രൻ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ശാന്തമ്മ സ്വയം പിൻവാങ്ങിയാണ്, അധികം വെറുപ്പുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും 50,000 രൂപ അവർക്കും അമ്പ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൈപ്പറ്റി ഈ ഒരു വീർത്ത ബാഗുമായിട്ടാണ് ആഗ്നസ് പുറത്തേക്ക് ഇറങ്ങി പോയി സന്ധ്യയായി. ഇവളെല്ലാം വീട്ടിൽ കൈനഖം ഇങ്ങനെ ഒടിച്ച് ഓരോ മുറിയും കയറി ഇറങ്ങി ഇവൾ നടക്കുന്നു, എല്ലാം ശരിയല്ലേ എന്നുള്ള രീതിയിൽ പോണു. അടുക്കളയിൽ ചെന്നു. അപ്പോൾ മാട്ടിറച്ചി വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണമാണത്. അങ്ങനെ അവൾ അതെടുത്തു. അലമാരി താഴത്തെ അടുക്കളയിലൊരു അലമാരി തുറന്ന് എലിവിഷത്തിൻ്റെ കുപ്പി എടുക്കുന്നു. അപ്പോൾ ആഗ്നസ് കഴിഞ്ഞ ക്രിസ്തുമസിന് കൊടുത്ത ഒരു വീഞ്ഞ് വീട്ടിലിരിപ്പുണ്ട്. ആ വീഞ്ഞ് കുടിക്കാൻ അപ്പോൾ അമ്പയുടെ ഒരു ദുഃഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഞ്ഞ് എൻ്റെ മകൻ 21 വയസ്സുള്ള ഒരു യുവാവ് കുടിക്കുമ്പോൾ അവൻ്റെ ഒപ്പം ചിയേഴ്സ് എന്ന് പറയാനായിട്ട് വേറെ ആരുമില്ല എന്നുള്ള ഇവനെ ഈ മകനെ അതായത് ഒരു മകനെ പോലെ അമ്പ കാണുന്ന സ്വപ്നത്തിൽ ഇതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നം വേറെ കാണുന്നുണ്ട്. മകൻ 21 വയസ്സായ നല്ലൊരു ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ, ആ മകൻ ഓടിക്കുന്ന കാറിലിരുന്ന് അമ്പ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു. അപ്പോൾ സമയം വൈകിയല്ലോ മോനെ എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല അമ്മയെ ഞാൻ സമയത്ത് തന്നെ അവിടെ എത്തിക്കും. അപ്പോൾ ഈ മകൻ്റെ ഈ ശരീരം കാണാനുള്ള ഭംഗിയും എൻ്റെ മകൻ ഇങ്ങനൊരു നല്ലത് എന്നൊക്കെ കാണുമ്പോൾ അമ്പയ്ക്ക് വളരെയധികം സന്തോഷമാണ്. പക്ഷേ യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ മകനിങ്ങനെ അങ്ങനെ തിരിച്ച് ഈ വീഞ്ഞിൽ 2 ഗ്ലാസ്സിലും ഈ വീഞ്ഞിലേക്ക് ഈ വിഷമിട്ടു, ഈ ഭക്ഷണവും എടുത്ത് മകൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ മകൻ ഈ മൊബൈലിൽ ഇങ്ങനെ ഇത് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മകൻ്റെ ചെവിയിൽ ഇങ്ങനെ അവൻ്റെ തന്നെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇയർഫോൺ ഉണ്ടല്ലോ,
അതെടുത്ത് അമ്പ മാറ്റുമ്പോൾ അവനത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ തിരിച്ച് വച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തലേ ദിവസം മെയിൽ സുഭാഷ് ചന്ദ്രനെ അழைക്കുന്നുണ്ട്. അപ്പോൾ ഈ വായിൽ, അത് ഞാൻ പറഞ്ഞില്ല, ക്ഷമിക്കണം, വായിൽ അണപ്പല്ലിന് അസുഖമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം സുഭാഷ് ചന്ദ്രന് മെയിൽ ചെയ്യുകയാണ്, ഞാൻ ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നു, എൻ്റെ അണപ്പല്ലിൻ്റെ ഇടയിൽ കോളിഫ്ലവർ പോലെ ഒരു വസ്തു ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അത് ചിരണ്ടി എടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബയോപ്സിക്ക് കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ അത് ഞണ്ടിൻ്റെ ആകൃതിയുള്ള അസുഖമാണോ എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട്, അതാവില്ല, കാരണം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ ഈ മകനെ നോക്കാനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല, അപ്പോൾ അതാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് അമ്പ സുഭാഷ് ചന്ദ്രന് മെയിൽ ചെയ്യുന്നുണ്ട്. ആ നിമിഷം തന്നെ സുഭാഷ് ചന്ദ്രൻ നമ്മളെ വേറൊരു കഥയെ കൂടി പറയുന്നു. സുകുമാർ പൊറ്റക്കാടിനും സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിനും ഈ അസുഖമാണ് എന്നുള്ളൊരു ഇതിൽ നമ്മൾ പറയുന്നു. സുഭാഷ് ചന്ദ്രൻ അത് അന്വേഷിക്കുന്നു ആ ഡോക്ടറിൻ്റെ അടുത്ത്, അതെങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സിമ്പിൾ തന്നെയാണ്, സിംറ്റംസ് തന്നെയാണ് അവരും പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ അതാവില്ല, സുഭാഷെ ആർക്കാണ് ഈ അസുഖം എന്ന് ആ ഡോക്ടർ തിരിച്ച് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെൻ്റെ ഒരു പരിചയക്കാരിക്കാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ മെയിൽ ചെയ്യുകയാണ്, ആ അസുഖം അത് തന്നെയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ മുക്കാലും ആ ഞണ്ട് കാർന്ന് തിന്നിരിക്കുന്നു, ഇനി എനിക്ക് അധികം ദിവസങ്ങളില്ല. അപ്പോൾ ഈ മകനെ നോക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ഈ അമ്പ പറയുന്നത്, എൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്ത് ഒരു യുവതി, അങ്ങനെയാണ് അമ്പ ചിന്തിക്കുന്നത്. മകൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ ഏതെങ്കിലും ഒരു യുവതി തയ്യാറായാൽ, ഇവൻ്റെ ശാരീരിക സുഖത്തിന് പൂർണ്ണ മനസ്സോടുകൂടി ഇവൻ്റെ കൂടെ കിടക്കാനായിട്ട് തയ്യാറാകുന്ന ഏതെങ്കിലും ഒരു യുവതി ഉണ്ടെങ്കിൽ എല്ലാം അവൾക്ക് സമർപ്പിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടും അമ്പ ഇതിനകത്ത് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വിഷമടങ്ങിയ വീഞ്ഞ്, അപ്പം അങ്ങനെ പറഞ്ഞ് മെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടി, ഇന്ന് എൻ്റെ മകനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മുല കൂട്ടിയാണ് ഞാൻ ഇന്ന് എൻ്റെ മകനെ ഉറക്കിയത് എഴുത്തുകാരാ എന്നുള്ള രീതിയിലാണ് മെയിൽ ചെയ്തത്. അതിനുശേഷമാണ് ഈ വിഷമെടുത്ത് മകനെ എഴുന്നേൽപ്പിച്ചിരുത്തി അവൻ്റെ വായിൽ നിന്നൊഴുകണ ഇതൊക്കെ തുടച്ചു മാറ്റിയിട്ട് ഇവനെ, അപ്പോൾ നമുക്ക് ഈ വീഞ്ഞ് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ചിയേഴ്സ് എന്ന് ഇവൾ പറയും. അപ്പം വികൃതമായ ഭാഷയിൽ അപ്പവും പറയുന്നു ചിയേഴ്സ്, തിരിയുന്നില്ല. എന്നിട്ട് ഇവനെ ഈ വീഞ്ഞു കുടിപ്പിക്കുകയാണ്, ബലപ്പെടുത്തോട്. ഇടയ്ക്ക് അപ്പു ഇങ്ങനെ എന്തോ ഒരു വല്ലാത്ത ശബ്ദം ഉപയോഗിച്ച് തട്ടി മാറ്റാൻ നോക്കുകയാണെങ്കിലും മുഴുവനും അപ്പുവിനെ കൊണ്ട് കുടിപ്പിക്കുമ്പോൾ ഇവൾ എല്ലാ ലൈറ്റും കെടുത്തിയിട്ട് ഒരു ഗ്ലൂമി സൺഡേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ആ സോങ്ങാണ് ഇവളൊരു ഇതായിട്ട് വച്ചിരിക്കുന്നത്, റൂമിൽ വച്ചിരിക്കുന്നത്, മൊബൈലിൻ്റെ മാത്രം വെളിച്ചോളൂ. അങ്ങനെ അത് ഒഴിച്ചൊരുക്കുമ്പോൾ ഇവൾ സ്വയം ചിന്തിക്കുകയാണ്, എൻ്റെ മകന് രതിയുടെയും മൃതിയുടെയും സുഖം ഇവന് പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി. അപ്പോൾ ഇവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഇവൾ നിശാവസ്ത്രമാണ് എപ്പോഴും അണിയുന്നത്. അന്ന് ഇവൾ ഒരു വെളുത്ത നിറത്തിൽ നീലപ്പൂക്കളുള്ള സാരി ഉടുത്താണ് അപ്പുവിൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നത്. രതിയുടെയും ഇവ മകൻ ചെയ്യുന്ന ഈ പാപത്തിന് അപ്പോൾ അവളുടെ മനസ്സിലുണ്ട്, അതായത് ഈ നാട്ടിലെ മിടുക്കരായ യുവാക്കൾ രാത്രി ഉറക്കമളിച്ചിരുന്ന് കണ്ടുപിടിക്കുന്ന ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഒരു വീട്ടിലിരിക്കുന്ന ഒരു മകൻ തൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം ആസ്വദിക്കുന്ന ഒരു പുതിയ തലമുറ, അതാണിവൻ, ഈ മകൻ. അവന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ കാണുന്നൊരു തലമുറയാണ് ഇവൻ എന്നുള്ള ഒരു അർത്ഥവും ഇതിനകത്ത് അമ്പ എടുത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ സാരി ഉടുത്ത് ഈ വീഞ്ഞും കൊടുത്തതിന് ശേഷം രതിയുടെയും ഹൃതിയുടെയും സുഖം അറിയിക്കാൻ വേണ്ടിയിട്ട് മകനിൻ മേലിലേക്ക് ഇവൾ കവയ്ക്കുന്നു എന്നാണ് സുഭാഷ് ചന്ദ്രൻ എഴുതിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് കേൾക്കാം, നിശബ്ദമായ കുറേ സീൽക്കാര ശബ്ദങ്ങൾക്ക് ശേഷം നിശബ്ദമായ നിമിഷത്തിൽ അമ്പയുടെ വീഞ്ഞ് നിറഞ്ഞ ഗ്ലാസ് വേച്ച് അമ്പയെടുത്ത് തുറക്കാത്ത അപ്പുവിൻ്റെ മുറിയിലൊരു തുറക്കാത്തൊരു ജനലുണ്ട്. ആ ജനൽ രണ്ടും അമ്പ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വ്യാസപൂർണിമ. അമ്പ സ്വയം പറയുന്നു, ഒരു എഴുത്തുകാരൻ്റെ ജന്മദിനവുമാണ് അയാളിലൂടെ പ്രസിദ്ധി നേടിയ ഒരു അമ്പയുടെ ചരമദിനവും ഇന്നാണ് എന്ന് അവൾ ആ വീഞ്ഞ് മുഴുവൻ കുടിച്ചു കഴിയുമ്പോൾ അവൾക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തെ അവളുടെ ശരീരം മുഴുവനും
എല്ലാ എല്ലാ ഇങ്ങനെ തന്നെ പറയുന്ന അവതാരങ്ങളിലൂടെയും വിസർജിച്ചുകൊണ്ട് അവളവിടെ കുഴഞ്ഞു വീഴുകയാണ്. അതോടുകൂടി ആ ചാപ്റ്റർ തീർന്നു. പിന്നത്തെ ചാപ്റ്റർ പ്രളയമാണ്. സുഭാഷ് ചന്ദ്രൻ ഇരിക്കുമ്പോൾ നാട്ടിൽ ഭയങ്കര 2018 ഭയങ്കര മഴ, നാട്ടിൽ മുഴുവനും ഭയങ്കര മഴയും, ഡാമുകളൊക്കെ തുറക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാട് കടുങ്ങല്ലൂരാണ്. അപ്പോൾ അവിടെയൊക്കെ മഴ എന്ന് പറയുമ്പോൾ അമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നു, ഇവിടെയൊക്കെ അങ്ങനെ അത്ര വെള്ളമാണെങ്കിൽ വെള്ളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മാർഗ്ഗം അമ്മ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ പ്രളയത്തിലിരിക്കുന്നു. പറഞ്ഞ നേരം കൊണ്ട് മഴ അതിൻ്റെ വികൃതഭാവം കൊണ്ട് എല്ലാം നെറ്റും കാര്യങ്ങളും എല്ലാം താറുമാറായി നമ്മുടെ ഇവിടെ പ്രളയം വന്ന് ഭവിച്ചു. അങ്ങനെ ഇരിക്കും. ആ ഒരു അവസരത്തിലാണ് ദിനേഷ് കുമാർ തന്നെ വിരലടയാള വിദഗ്ധൻ സുഭാഷ് ചന്ദ്രനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഫോണിൽ കൂടി പറയുന്നുണ്ട്, ഇന്നിവിടെ ഒരു മരണം നടന്നു, ഞാൻ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ ചോദിക്കും, അത് ആരാന്ന് ചോദിക്കുമ്പോൾ പറയണത്, ഒരു സ്ത്രീയും സുഖമില്ലാത്ത മനുഷ്യൻ മകൻ ഇന്നലെ രാത്രിയെ പോയി അമ്മയെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, പക്ഷേ അമ്മയും മരിച്ചു. അപ്പോൾ സുഭാഷ് ചന്ദ്രന് ഒരു പേടി സ്വയം തോന്നുകയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രനെ വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ആ മുറിയിൽ ചെന്നപ്പോൾ, അത് ഭാവനയാണ്, മുറിയിൽ ചെന്നപ്പോൾ ആ മേശപ്പുറത്ത് സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലുകൾ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ ഇങ്ങനെ സ്വയം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഞാനാവോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഇരുന്ന് പിന്നീട് പ്രളയം കഴിഞ്ഞു. ആ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നെറ്റൊക്കെ ഓണായുമ്പോൾ മെയിലെടുത്ത് നോക്കുമ്പോഴാണ് അമ്പ ഈ കഥ, അതായത് മരിക്കാൻ പോണ ആ ഒരു കഥയും പിന്നെ സുഭാഷ് ചന്ദ്രനെ എഴുത്തുകാരാ എന്ന് സംബോധന ചെയ്തതിൽ നീ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് അമ്പ പറയുന്നുണ്ട്, അർബുദം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയ ആ നിമിഷം സാരി ഉടുത്ത ഒരു പ്രാണനെ പോലെ നടന്ന ഒരാത്മാവായ എന്നെ നീ ഒരു സഹോദരിയെപ്പോലെ, അല്ലെങ്കിൽ വേണ്ട ഒരു മറുപിള്ളയെപ്പോലെ ചേർത്ത് നിർത്തിയവനാണ് നീ. നിന്നിലൂടെ എന്നെ സൃഷ്ടിച്ച് പാലിച്ച് സംഹരിച്ചതിലൂടെ ഈ ലോകം മുഴുവനും നീ എന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കാരണം ഈ അമ്പ ഒരു പുഴയാണ്, അല്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ് എന്ന് നീ മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കണം. മലയാളികളുടെ ഇടയിലേക്ക് നീ ഇങ്ങനെ ഓരോ, ഇതേ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓരോ കുട്ടികളുടെ, അതായത് മറ്റുള്ള വീട്ടിലിരുന്ന കുട്ടികളിലേക്കും സുഖമില്ലാത്ത കുട്ടികളുടെ ഇടയിലേക്കും വരെ ഈ വക കാര്യങ്ങളിലേക്ക് ചെന്നും അങ്ങനെ ആ ഓരോ ബാല്യങ്ങൾ പല നഷ്ടപ്പെടുന്നു. അതായത് ഒരു സുഖമില്ലാത്തൊരു കുട്ടി ഇങ്ങനെ നശിച്ച രീതിയിലേക്ക് പോകുമ്പോൾ സാധാരണ കയ്യും കാലും അനക്കുന്ന കുട്ടികൾ വഴിതെറ്റണയിൽ ഒരു അർത്ഥവുമില്ല. ഇതൊരു പ്രകൃതി ഒരു മനുഷ്യനുമേൽ കാണിക്കുന്ന ആ ഒരു, അതായത് എന്താ പറയുക, നിരന്തരം വേട്ടയാടപ്പെട്ട ഈ മഹാപ്രകൃതിയുടെ മറുവാദിയായി സ്ത്രീയെ സൃഷ്ടിച്ച് ആ സ്ത്രീയും പ്രകൃതിയും ഒരുമിച്ച് ഒരു പുരുഷനുമേൽ ചെലുത്തുന്നൊരു ശിക്ഷയായിട്ട് സമുദ്രശീലയെ നമുക്ക് കാണാം. അല്ലെങ്കിൽ പരിത്യജിക്കപ്പെട്ട ഒരു പെണ്ണിൻ്റെയും പ്രകൃതിയുടെയും നിസ്സഹായമായ പകവീട്ടലിൻ്റെ ഗുരുത്വബലത്തിലാണ് ഈ സമുദ്രശീല കിടക്കുന്നത് നമുക്ക് പറയാം. അങ്ങനെ ഇങ്ങനൊരു ഈ രീതിയിലാണ് സുഭാഷ് ചന്ദ്രൻ ഈ നോവൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ പരമാവധി കഴിവ് വെച്ചിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത്ര നല്ലൊരു നോവലാണ്, നിങ്ങളെല്ലാവരും ഇത് വായിക്കണം. ഇതിനകത്ത് വന്ന തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന വായനശാല ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. കൃഷ്ണകുമാർ ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകുമാറിനോട് നമുക്കറിയാം, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മറവിയാണെന്ന് കരുതി എന്നോട് ക്ഷമിക്കണം. അടുത്തിങ്ങനെ ഒരു അവസരം തന്നാൽ ചിലപ്പോൾ ഇതിലും കൂടുതലും നന്നാക്കാൻ ഞാൻ ആവുന്നതെന്ന് ശ്രമിക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.